ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ വൈകുന്നേരത്തെ ചായക്ക് കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റുള്ള കോഴിക്കാൽ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ തലശ്ശേരിക്കാരെ മാത്രം ഒരു സ്പെഷ്യലാണ്. അടിപൊളി. പിന്നെ റെസിപ്പി ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചില തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങിക്കഴിക്കുമ്പം വായിൽ വെച്ച കടിച്ച പൊട്ടാത്ത സാധനമായിരിക്കും. പക്ഷേ ഈ ഒരു കോഴിക്കാൽ നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ക്രിസ്പിയാണ്. കുട്ടികൾക്കൊക്കെ ഈസി ആയിട്ട് എടുത്ത് കഴിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഇപ്പോൾ കോഴിക്കാൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നല്ല കപ്പ എടുത്തിട്ടുണ്ട്. കണ്ണൂർ ഇതിന് കൊള്ളിക്കിഴങ്ങെന്നും പറയും. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാമെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ആദ്യം ഇതൊന്ന് തോലൊക്കെ കളഞ്ഞ് നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. ഈ ഒരു പീസാണ് ഞാൻ കോഴിക്കാൽ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നീളത്തിൽ കനം കുറച്ചിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ഇതിനൊന്ന് പകുതിയാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നീളത്തിലൊന്ന് മുറിച്ചെടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള പീസും മുറിച്ചെടുക്കുന്നുണ്ട്. കിഴങ്ങ് പൊരിച്ചത് കോഴിക്കാൽ എന്നൊക്കെ പറയുമ്പം തന്നെ നമ്മുടെ കണ്ണൂരുകാർക്ക് അതൊരു വികാരം തന്നെയാണ്. അപ്പോൾ അരിഞ്ഞെടുത്തിട്ടുള്ള കിഴങ്ങൊക്കെ ഞാനിതുപോലൊരു പാത്രത്തിലെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം കല്ലുപ്പിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. കഴുകിയെടുക്കുന്ന സമയത്ത് ഈ നീളത്തിലരിഞ്ഞത് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ കപ്പയൊക്കെ നന്നായിട്ട് ഇതാ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളം നന്നായിട്ട് ഊറ്റിയതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് വറുത്ത അരിപ്പൊടിയും 1/4 കപ്പ് മൈദപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ കടലമാവും, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ 1/4 ടീസ്പൂൺ കായപ്പൊടിയും, 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും, 1 ടേബിൾ സ്പൂൺ ചതച്ച വെളുത്തുള്ളിയും, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്കൊരു പച്ചമുളക് കൂടി ചെറുതായി അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് കാണിക്കാൻ വിട്ടുപോയി. മിക്സ് ചെയ്തെടുക്കുമ്പോൾ കപ്പ പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി ഇതൊന്ന് നമുക്ക് നന്നായിട്ട് കുഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വെള്ളം കൂടി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്റ്റിഫായിട്ട് കിട്ടില്ല. ഇതിപ്പം മൊത്തത്തിലൊന്ന് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കയ്യിൽ വെച്ച് ഇങ്ങനെ അമർത്തി പിടിച്ചെടുക്കാൻ പറ്റുന്നൊരു പരുവമായിട്ട് കിട്ടണം. നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പം നിങ്ങളോട് അങ്ങനെ കുറച്ച് കൂടി പോയിട്ടുണ്ടെങ്കിൽ പേടിക്കാനൊന്നുമില്ല. നമുക്കതിലേക്ക് കുറച്ച് മൈദപ്പൊടിയോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ഇട്ടെടുക്കാം. അപ്പോൾ അരിപ്പൊടി ഇടുമ്പം വറുത്ത അരിപ്പൊടി തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പം ഞാൻ നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിത് ഇതുപോലെ ഉരുള പിടിക്കാൻ കിട്ടണം. കടകളിൽ കിട്ടുന്നത് പോലെ അല്ല ഇത്, നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നത് കൊണ്ട് ഞാൻ ചെറിയ ചെറിയ കോഴിക്കാലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് കുറച്ച് അളവിൽ ഇതുപോലെ കയ്യിൽ വെച്ച് പിടിച്ചിട്ട് ഞാൻ ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ പൊരിച്ചെടുക്കുന്നത് കൊണ്ട് നമുക്ക് ഉള്ളൊക്കെ വേഗത്തിൽ വെന്ത് കിട്ടുകയും ചെയ്യും, പുറമെ നല്ല ക്രിസ്പി ആവുകയും ചെയ്യും. ഇപ്പോൾ വലിയ തീയിൽ ഞാൻ അടുപ്പത്തിട്ടതിന് ശേഷം ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കിയിട്ടാണ് പൊരിച്ചെടുക്കുന്നത്. ഉള്ളൊക്കെ ഒന്ന് വെന്ത് കിട്ടണമെങ്കിൽ കുറച്ച് സമയം അതിങ്ങനെ എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് പൊരിഞ്ഞ് വരണം. അപ്പോൾ വലിയ ഫ്ലെയിമിൽ പൊരിച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കളറ് മാറിപ്പോവും. അപ്പോൾ ഇങ്ങനെ പൊരിച്ചെടുക്കുന്നതുകൊണ്ട് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും, ഉള്ളൊക്കെ വേവുകയും ചെയ്യും. 2 സൈഡും തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ലൊരു കളറ് മാറി വരുന്നത് വരെ നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. ചെറിയ സൈസിലാക്കിയത് കൊണ്ട് തന്നെ നന്നായിട്ട് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ കുറേ സമയം എണ്ണയിലിട്ട് വറുക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അങ്ങനെ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നല്ല മൊഞ്ചുള്ള കോഴിക്കാൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കപ്പയും ഇതേപോലെ തന്നെ പൊരിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ തലശ്ശേരി കോഴിക്കാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കടകളിൽ കിട്ടുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് നല്ല എണ്ണയിൽ പൊരിച്ചിട്ട് ഇത് കഴിക്കാവുന്നതാണ്. അപ്പം ഇനി കപ്പ വാങ്ങുന്ന സമയത്ത് എല്ലാവരും മിസ്സാക്കാതെ തന്നെ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള വീഡിയോസിന് വേണ്ടി സ്റ്റേ ട്യൂൺ ഷീ സ്റ്റോറീസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.